അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇരിക്കുന്ന കൂടെയുള്ള അനുയായികളെ ഒരുമിച്ച് കൂട്ടൽ പതിവായിരുന്നു. അതിൽ പല രീതിയിലും പല ശൈലിയിലൊക്കെ ഉള്ള ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ സാമ്പത്തികമായി മെച്ചമുള്ളവരുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ ഐശ്വര്യവും പുരോഗതിയും ഉള്ള ആളുകൾ ആ സാമ്പത്തികമായ ഉയർച്ചയും വളർച്ചയും ഉള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങൾക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പലപ്പോഴും നന്ദി പറയാൻ മറക്കാറുണ്ട്, അല്ലെങ്കിൽ മടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓർക്കാറില്ല. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ശുക്ർ ചെയ്യുകയും ചെയ്യുമ്പോൾ ധാരാളം നന്മകൾ വർദ്ധിച്ച് വരാൻ കാരണമാവും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട് പറയും, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. നമുക്കൊക്കെ നന്ദി പറയുന്നൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചെറിയ മക്കളിൽ മുതൽ ആ ശീലങ്ങൾ പരിശീലിപ്പിച്ച് വന്നാൽ നന്നായിരിക്കും. നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാണ് കുട്ടികൾ കഴിക്കാൻ ഞാൻ പറയുന്നത്. കഴിയുമ്പോൾ അൽഹംദുലില്ലാ പറയും. ഒരു സാധനം നമുക്ക് നന്മ കിട്ടുമ്പോൾ ജസാക്കല്ലാ പറയുന്ന ശീലങ്ങളൊക്കെ മക്കൾ ഉണ്ടാക്കിയെടുത്താൽ, നമ്മൾ ആ ചിട്ടകളും രൂപങ്ങളും നമ്മുടെ വീടുകളിൽ അത് പരിശീലിപ്പിച്ച് വന്നാൽ ആ കുട്ടികളും വീട്ടുകാരും അങ്ങനെ നന്ദിയുള്ളവരായും കടപ്പാടുള്ളവരായും മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് അള്ളാഹു രക്ഷ തരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഖൈർ ധാരാളം നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ തരുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പലപ്പോഴും നമ്മുടെ മുന്നിലും കണ്ണിലും കാണുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ആലോചിക്കാറില്ല, ചിന്തിക്കാറില്ല. നമുക്ക് ലഭിക്കാത്തതിനെക്കുറിച്ച് കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കുന്നതിന് പകരം കിട്ടിയതിനെ ആലോചിച്ച് നന്ദി പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ മാറുകയും നമുക്ക് സമാധാനം ലഭിക്കുകയും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാനും അത് നീങ്ങാനും ജീവിതത്തിൽ വലിയ വലിയ പുരോഗതിയിലേക്ക് ഉയരാനും കാരണമാവും. അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുക, അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ ഭാഗ്യമുള്ളവർക്ക് ഉള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ അനുയായികളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ പറയുമ്പോൾ അവർ നന്ദി ചെയ്യും, ശുക്ർ ചെയ്യും. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ പാവങ്ങളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ആ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ നിങ്ങൾ കാണണം. അവരുടെ കൂട്ടത്തിൽ പാവങ്ങളുണ്ട്. ഒരു ഭാഗത്ത് സമ്പത്തുള്ളവരുണ്ട്, മറുഭാഗത്ത് പാവങ്ങളുണ്ട്. അപ്പോൾ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന രൂപത്തിൽ, അവരുടെ പ്രയാസങ്ങൾ നീങ്ങാൻ പറ്റുന്ന രൂപത്തിൽ അവരോട് കാരുണ്യത്തോടെ പെരുമാറാനും നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരോട് കടമകളും നിർവഹിക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ആ രൂപത്തിൽ അവിടുത്തെ അനുയായികൾ പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു. പാവങ്ങളെയും അതുപോലെ സമ്പത്തുള്ളവരെയും സാധാരണക്കാരനെയും പണ്ഡിതനെയും എല്ലാവരെയും അവിടുന്ന് ചേർത്ത് പിടിക്കുകയും അവർക്ക് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വചനങ്ങൾ പറയുകയും അവർക്ക് നല്ല ചിന്തകൾ ഇട്ടുകൊടുക്കുകയും ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനസ്സിൽ ധാരാളം വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. ഐശ്വര്യവും ബറക്കത്തും റബ്ബ് നമുക്ക് തരുമാറാവട്ടെ. സമ്പത്തുള്ള ആളുകളോട് നമ്മൾ നല്ല അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ പറയുകയും ചെയ്യുമ്പം
അത് ധാരാളം ആളുകൾ അത് ഏറ്റെടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ രീതിയും ശൈലിയുമാണ്. അങ്ങനെ നമ്മളൊരു ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ മാറുകയും നമ്മുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും നമുക്ക് ഐശ്വര്യവും ബറക്കത്തും ജീവിതത്തിൽ വരാൻ കാരണവും. നമ്മളിപ്പോൾ എത്രയോ പൈസ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്, അത്ര അത്യാവശ്യമില്ലാത്തതിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്. പക്ഷേ അത് ഹൈറായ രൂപത്തിലാകുമ്പോൾ അതിൻ്റെ ഗുണവും ഫലവും ഈ ലോകത്തും നാളെ പരലോകത്തും എപ്പോഴും ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് തരുമാറാവട്ടെ. സമ്പത്തുള്ളവരെ വിളിച്ചിട്ട് അവരുടെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനും അവർക്ക് കിട്ടിയ സമ്പത്ത് അത് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരോട് പറയും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് തന്നത് നല്ല രൂപത്തിൽ ചെലവഴിക്കണം. നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നത് അള്ളാഹുവിന് പൊരുത്തമുള്ള മാർഗത്തിലും രൂപത്തിലും ആവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അനുഗ്രഹം തരുമാറാവട്ടെ. ഇനി സാമ്പത്തികമായ വരുമാന മാർഗങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രൂപത്തിൽ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാൻ കൂടി പ്രവാചകർ അവർക്ക് പരിശീലനം കൊടുക്കുകയും അവർക്ക് അങ്ങനെ ഹലാലിലൂടെ അവർ സമാഹരിച്ച സാമ്പത്തിക ഉയർച്ചയ്ക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് പറയും, നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പാവങ്ങളുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളവരെ കാണുകയും അവർക്ക് കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അതുപോലെ അവർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സന്ദർഭം, മക്കയിൽ വലിയ സാമ്പത്തികമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉള്ളവർ അതെല്ലാം ഒഴിവാക്കി പ്രവാചകരോടൊപ്പം മദീനയിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ പ്രവാചകരുടെ നിർദ്ദേശത്താൽ മദീനയിലേക്ക് എത്തുമ്പം അവരുടെ കയ്യിൽ സമ്പത്തില്ല, സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. കാരണം അതെല്ലാം മക്കയിൽ അവരിട്ടിട്ടാണ് അവർ തിരിച്ച് മദീനയിലേക്ക് വന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ലോകത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം വിശ്വസിക്കുകയും അരുതായ്മകൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ സ്വരാജ്യത്ത് നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കും. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പം മദീനയിലുള്ള ആളുകൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നു, അവർക്ക് വീട് സൗകര്യങ്ങൾ ഒരുക്കുന്നു, അവർക്ക് ഭക്ഷണ സൗകര്യങ്ങൾ കൊടുക്കുന്നു, താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നു, അവർക്ക് വിവാഹ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം വരുന്ന ശ്രേഷ്ഠരായ സ്വഹാബത്തിന് അവരെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഉള്ളത് അത് നമുക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രൂപത്തിൽ, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ, മറ്റുള്ളവർക്ക് കൂടി നന്മയ്ക്കായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും സന്തോഷമാവും, നമ്മുടെ ജീവിതവും ബറക്കത്തുള്ളതാവുമെന്ന സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ പാവങ്ങളുണ്ട്, സമ്പത്തുള്ളവരുണ്ട്. എല്ലാവരെയും കാണണം, എല്ലാവരുടെയും പ്രയാസങ്ങൾ നമുക്കറിയാൻ പറ്റണം, എല്ലാവരുടെയും വർത്തമാനങ്ങൾ നമുക്കറിയാൻ പറ്റണം, അവർക്ക് ആവശ്യമുള്ള നന്മകളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്ന സന്ദേശം കൂടി നമുക്ക് ഇതിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് മാറാൻ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരിശ്രമം നടത്തുകയും അധ്വാനിക്കുകയും അവിടുന്ന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും പ്രയാസം അനുഭവിക്കുന്നവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും ഈ സുഹൃതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സന്തോഷത്തിൻ്റെ സമയം വരുമ്പോൾ നമുക്ക് തിരുനബിയുടെ ചര്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അവിടുന്ന് കാണിച്ച രീതികളും ശൈലികളും നമ്മുടെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരികയും അങ്ങനെ പാവങ്ങളെ സഹായിക്കുകയും പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പാനും അവരുടെ കൂടെ ചേരാനും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാനും നമുക്കാവുമ്പോഴാണ് നാം യഥാർത്ഥ ഒരു പ്രവാചക സ്നേഹിയാവുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും പ്രവാചകർ പകർന്നു തന്ന ആ പരിശുദ്ധമായ സന്ദേശങ്ങൾ അത് കൈമാറാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വിഷമമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, ശാരീരിക മാനസിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ. പ്രിയമുള്ളവരെ, നമ്മുടെ മുസീബത്ത് മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെല്ലുകയും മൗലിദ് ഓതുകയും ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ മാറാൻ കാരണമാകും. അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ.